പ്രത്യാശ നിർഭരം തന്നെയാണ് ഈ ഒരു വെളുപ്പാൻ കാലം എന്നത്. കാരണം ഇന്നലെ രാത്രിയോടുകൂടിയാണ് നിർണായകമായിട്ടുള്ള ഒരു ധാരണയിലേക്ക് ഹമാസും ഇസ്രായേലും എത്തിച്ചേർന്നിരിക്കുന്നത്. ഷർം ഷെയ്ഖിൽ 3 ദിവസമായി നടന്ന ചർച്ചകൾ പല ഘട്ടങ്ങളിലും അത് വഴിമുട്ടുമെന്നൊക്കെ ഒരു ആശങ്ക രൂപപ്പെട്ടിരുന്നു. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഒരുപക്ഷെ അതിശക്തമായിട്ടുള്ള ഒരു നിലപാടിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. കാരണം വെള്ളിയാഴ്ച നൊബേൽ സമ്മാനം പ്രഖ്യാപിക്കാനിരിക്കുകയാണ് സമാധാനത്തിനുള്ള. അത് തനിക്ക് തന്നെ ലഭിക്കണമെന്നതായിരിക്കുമോ ഇത്തരമൊരു കടുത്ത നിലപാടുമായിട്ട് മുന്നോട്ട് പോകാൻ ട്രംപിനെ പ്രേരിപ്പിച്ചതെന്ന സംബന്ധിച്ച വ്യത്യസ്തമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും അദ്ദേഹം നിയോഗിച്ച പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മരുമകനും ഉപദേശകനുമായിട്ടുള്ള ജറാദ് കുഷ്നർ, ഈ 2 പേരോട് ഒരു കരാറില്ലാതെ തിരികെ മടങ്ങരുത് എന്നൊരു നിർദ്ദേശം നൽകിയിട്ടായിരുന്നു ട്രംപ് അയച്ചത്. കാരണം പല ഘട്ടങ്ങളിലും ഇസ്രായേൽ കടുംപിടുത്തം നിലനിർത്തിയാണ് ഹമാസിനെ നിർവീര്യമാക്കാതെ നിരായുധീകരിക്കാതെ ഇത് മുന്നോട്ട് പോവുകയില്ല എന്നൊക്കെ ഇസ്രായേൽ വ്യക്തമാക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ഒടുവിൽ ആ കരാറിന്റെ ആദ്യഘട്ടം, 20 ദിന പദ്ധതിയുടെ ആദ്യഘട്ടം 2 കൂട്ടരും ഹമാസും അതോടൊപ്പം തന്നെ ഇസ്രായേലും അംഗീകരിച്ചതായിട്ടുള്ള പ്രഖ്യാപനം മണിക്കൂറുകൾക്ക് മുമ്പ് ട്രംപ് തന്നെ തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ നടത്തി. അതുപ്രകാരം ഇന്നിപ്പോൾ കാലത്ത് തന്നെ ഇസ്രായേലിന്റെ മന്ത്രിസഭാ യോഗം ചേരും. ഇത് ഈ ഒരു കരാറിനെ അംഗീകരിക്കുക എന്ന ഒരു സാങ്കേതിക നടപടി മാത്രമാണത്. അതിലപ്പുറം ഒരു ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ആശങ്ക അവിടെ നിലനിൽക്കുന്നില്ല. കാരണം ഇന്നലെ അരമണിക്കൂർ നേരമാണ് നെതന്യാഹുവും തമ്മിൽ സംസാരിച്ചത്. അതുകൊണ്ട് തന്റെ വാദം പൂർണ്ണമായിട്ട് താൻ മുന്നോട്ട് വെച്ച ആവശ്യം നെതന്യാഹു അംഗീകരിച്ചു. അതുകൊണ്ട് ഇനി ഒരു തടസ്സവുമില്ല എന്ന് ട്രംപ് തന്നെ ഇപ്പോൾ വിവിധ മാധ്യമങ്ങൾക്ക് നൽകുന്ന അഭിമുഖത്തിൽ അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. തിങ്കളാഴ്ചയാവും. കാരണം ഈ 20 ദിന പദ്ധതി പ്രകാരം കരാറിലെത്തി 3 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ബന്ദികളെ കൈമാറണമെന്നാണ് ചട്ടം. അതുപ്രകാരം തിങ്കളാഴ്ച രാവിലെയോടുകൂടി തന്നെ 20ഓളം ജീവനോടെയുള്ള ബന്ദികളും 28 ബന്ദികളുടെ മൃതദേഹങ്ങളും കൈമാറും. മിക്കവാറും ഈ ബന്ദികളെ സ്വീകരിക്കാൻ ട്രംപ് തന്നെ ഇസ്രായേലിൽ എത്തുമെന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ. തുടർന്ന് ഏതാണ്ട് ഇപ്പോൾ ഈ മന്ത്രിസഭ അംഗീകരിക്കുന്നതോടുകൂടി തന്നെ 24 മണിക്കൂറിനുള്ളിൽ സൈന്യം ഗസയിൽ നിന്ന് പൂർണ്ണമായി തന്നെ പിൻവാങ്ങുമെന്നാണ് ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ. നിർണിത സ്ഥലത്തേക്ക് സൈന്യം പിൻവാങ്ങുമെന്നാണ് ട്രംപും അതോടൊപ്പം തന്നെ നെതന്യാഹുവും അറിയിച്ചിരിക്കുന്നത്. സൈന്യത്തോട് ജാഗ്രതയോടുകൂടി നിലയുറപ്പിക്കാനും ഏത് തീരുമാനവും വന്നാൽ അതനുസരിച്ച് കാര്യങ്ങൾ നീക്കണമെന്ന് സൈനിക മേധാവി ഇപ്പോൾ അല്പം മുമ്പ് ഇയാൽ സമീർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപ്രകാരം അക്കാര്യങ്ങളും വ്യക്തമായിരിക്കും. ഏതായാലും തിങ്കളാഴ്ചയോടുകൂടി തന്നെ ബന്ദികളുടെ കൈമാറ്റം നടക്കും. തുടർന്ന് ഹമാസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു പട്ടികയുണ്ട്. വിട്ടയക്കേണ്ട ബന്ദികളുമായി തടവുകാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഏതാണ്ട് 11,000 തടവുകാരാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ജയിലുകളിൽ കഴിയുന്നത്. അതിൽ തങ്ങൾക്ക് വിട്ടുകിട്ടേണ്ടവരുടെ കാര്യങ്ങൾ കൃത്യമായി തന്നെ മർവാൻ ബർഖൂത്തി ഉൾപ്പെടെയുള്ളവരുടെ കാര്യങ്ങൾ കൃത്യമായി തന്നെ ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിട്ടയക്കേണ്ട മൃതദേഹങ്ങളുടെ കൂട്ടത്തിൽ യഹിയ സിൻവാറും മുഹമ്മദ് സിൻവാറിന്റെയും മൃതദേഹങ്ങളും വിട്ടുകിട്ടണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇസ്രായേൽ നേതൃത്വം അംഗീകരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരുന്നു. പിന്നെ ഇതിലുള്ള അടുത്തൊരു പടി എന്നത് ഗസയിലേക്ക് ഒരു വിലക്കുമില്ലാതെ നിർബാധം തന്നെ ഭക്ഷ്യവസ്തുക്കളും മറ്റ് സഹായങ്ങളും എത്തിക്കണമെന്നതാണ്. UN മേൽനോട്ടത്തിലായിരിക്കും ഇതിന്റെ വിതരണ പ്രക്രിയ നടക്കുക. അതുകൊണ്ട് തന്നെ ഈ വാർത്ത പുറത്തു വന്നത് മുതൽ ഗസയിൽ ജനങ്ങൾ ഒന്നാകെ തെരുവിലിറങ്ങി വലിയ ആഹ്ലാദ പ്രകടനം നടത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതേസമയം സൈനികമായിട്ടുള്ള ഇസ്രായേൽ ആക്രമണങ്ങൾ തുടരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ കരാർ അംഗീകരിക്കുന്നതോട് കൂടി ഈ 2 വർഷമായി തുടരുന്ന ഏറ്റവും ക്രൂരമായിട്ടുള്ള ഈ ഒരു വംശഹത്യക്ക് അറുതിയാകുന്നു ആദ്യഘട്ടത്തിൽ. തുടർന്ന് മറ്റു കാര്യങ്ങളൊക്കെയും അമേരിക്കൻ പ്രസിഡന്റ് തീർച്ചയായിട്ടും അത് തന്നെയാണ്. കഴിഞ്ഞ 2 വർഷമായി തുടരുന്ന ദുരിതത്തിന് വെടിയൊച്ചകളില്ലാത്ത ഒരു പുലരിയിലേക്ക് അവർക്ക് കടക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കരാറിന്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വശം. ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ ശ്രീ നിർമ്മൽ എബ്രഹാം കൂടി ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. ശ്രീ നിർമ്മൽ എബ്രഹാം, ഇത് ഈ കരാറിനെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിലൊക്കെ ചർച്ചകൾ നടക്കുമ്പോൾ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. അതേസമയം ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചകളിലൊക്കെ ആദ്യഘട്ടത്തിൽ ആശങ്കയുണ്ടായിരുന്നെങ്കിലും പിന്നീട് 2 പേരും തത്വത്തിൽ അംഗീകരിക്കുന്ന ഒരു കരാറിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ ഈ ഒരു കരാറിന്റെ ഒരു ദൂരവ്യാപകമായിട്ടുള്ള ഒരു വ്യാപ്തി എത്രത്തോളമായിരിക്കും? ഇതിങ്ങനെ തുടരാൻ സാധിക്കുമോ? നിലവിൽ ഈ ഒരു കരാറിനെ നമ്മളൊക്കെ സ്വാഗതം ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അത് ഗസയിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകളുടെ കൂടെ കാര്യം കണക്കിലെടുത്തുകൊണ്ടാണ്. അതിനപ്പുറത്തേക്ക് ഒരു വലിയ ലോങ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന ഒരു ശാശ്വത സമാധാനത്തിലേക്ക് ഈ കരാർ പോകുമെന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കാൻ കഴിയുമോ? ഇതിലുള്ളൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം താൽക്കാലികമായി സീസ്ഫയർ വന്നത് തീർച്ചയായിട്ടും ആശാവഹമായ ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ഈ ട്രംപ് വെച്ച കണ്ടീഷൻസ് നോക്കുമ്പോഴത്തേക്കും അതിൽ പല കണ്ടീഷൻസും ഇനീഷ്യലി ഇരുകൂട്ടരും ഹമാസ് ആയിക്കോട്ടെ ഇസ്രായേൽ ആയിക്കോട്ടെ അംഗീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ അംഗീകരിക്കാത്ത പോയിന്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അത് അല്പം സ്ട്രോങ് ആയിട്ട്
അഗൈൻസ്റ്റ് ഹമാസ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. കാരണം പൂർണ്ണമായിട്ടും അവരുടെ കൺട്രോളിൽ നിന്ന് ഗാസ മാറുന്നു. അതേപോലെ അവർക്ക് പുതിയ ഫ്യൂച്ചർ ഗവർണൻസിൽ അവർക്ക് ഒരു പങ്കുമില്ല. ട്രംപിന്റെ മേൽനോട്ടത്തിൽ ഗാസയിലെ റീസ്ട്രക്ചറിങ് മോണിറ്റർ ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഹമാസ് അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. മാത്രമല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ച് ഇത് പ്രതീക്ഷയില്ല എന്നല്ല ഞാൻ പറയുന്നത്. തൽക്കാലം ഇങ്ങനെ സംഭവിച്ചത് നല്ല കാര്യമാണ്. പക്ഷെ രണ്ടു കൂട്ടരുടെയും നമ്മൾ ചുറ്റുപാടും കിടക്കുന്ന കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു സംശയമുണ്ട് എത്ര നാൾ നിലനിൽക്കുന്നുള്ളൂ. കാരണം നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അദ്ദേഹത്തിന് ഈ വാറ് അവസാനിക്കണമെന്ന് ആഗ്രഹമില്ല താൽക്കാലികമായിട്ടെങ്കിലും. കാരണം അദ്ദേഹത്തിന്റെ പേരിൽ നിരവധി കേസുകൾ, ഫോർ എക്സാമ്പിൾ ബ്രൈബറി, ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, ഫ്രോഡ്, ഇങ്ങനെയുള്ള പല കേസുകളും നിലവിലുണ്ട്. ആ കേസുകളിൽ നിന്നൊക്കെ ഇത്രയും നാളും തള്ളി നീക്കിപ്പോയത് യുദ്ധം നടക്കുന്നതുകൊണ്ടും അദ്ദേഹം പവറിൽ ഇരിക്കുന്നത് കൊണ്ടുമാണ്. യഥാർത്ഥത്തിൽ ഇലക്ഷൻ 2026 ഒക്ടോബറിൽ നടക്കേണ്ട ഇലക്ഷൻ ഈ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ റൈറ്റ് വിംഗ് കോalition വിട്ടുമാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്ഥാനം തെറിക്കും. സ്ഥാനം തെറിച്ചു കഴിഞ്ഞാൽ നാച്ചുറലി ഈ പറയുന്ന ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ കേസുകൾ അദ്ദേഹത്തിന് മുന്നിൽ വരും. ഇസ്രായേലിലുള്ള കേസുകൾ അദ്ദേഹത്തിന്റെ മുന്നിൽ വരും. പല രീതിയിലും ആൻസറബിൾ ആകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം, ഈ കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഇരു കൂട്ടരെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഇസ്രായേലിൽ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നത് നെതന്യാഹുവിനേക്കാൾ കൂടുതൽ നെതന്യാഹുവിന്റെ കൂടെയുള്ള ഫാർ റൈറ്റ് ലീഡേഴ്സാണ്. അവരാണ് നെതന്യാഹുവിനെ പവറിൽ നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. അവര് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ട്രംപിന്റെ 20 ടേംസ് അക്സെപ്റ്റബിൾ അല്ല, പ്രത്യേകിച്ച് അതിൻ്റെ അകത്തൊരു 10-12 ടേംസ് തീർത്തും അക്സെപ്റ്റബിൾ അല്ല. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ നെതന്യാഹു തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ പിന്മാറും എന്നുള്ള രീതിയിൽ വരെ സംസാരം ഉണ്ടായ സ്ഥിതിക്ക് ഇനി നെതന്യാഹു അതിനുവേണ്ടി, അതായത് ഈ ഒരു യുദ്ധം പൂർണ്ണമായി അവസാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നെതന്യാഹുവിന്റെ ഫ്യൂച്ചർ എന്താകും എന്നുള്ളൊരു സിറ്റുവേഷൻ അവിടെ കിടക്കുന്നു. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ടും ഹമാസിനെ തുടച്ചു നീക്കി അവിടെയാണ് പ്രശ്നം. കണ്ടിടത്തോളം ട്രംപിന്റെ സമ്മർദ്ദത്തിന് ഇസ്രായേൽ വഴങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനിയിപ്പോൾ ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭയുടെ യോഗമുണ്ട്. അവിടെ ഈ ധാരണ എന്ന് വെച്ചാൽ ഈ കരാർ ചർച്ചയ്ക്ക് വെക്കുന്നുണ്ട്. അപ്പൊ ഈ യുദ്ധകാര്യ മന്ത്രിസഭയിലെ ക്യാബിനറ്റിലെ ചർച്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കുമോ ഒരു അവസാന യെസ് ഇസ്രായേൽ മൂളുക, അതോ ഒരു ഫൈനൽ കരാർ ഇപ്പോൾ നിലവിൽ വന്നതായുള്ള വിവരങ്ങളുണ്ടോ താങ്കൾക്ക്? ഫോർമലൈസ് ചെയ്തതായിട്ട് അറിയില്ല. എങ്കിലും ട്രംപിന്റെ ജനറലി നമ്മൾ ട്രംപിന്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല കേസിലും ഫോർമലൈസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ട്വിറ്ററിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യലിൽ പുറത്തുവിടുന്ന രീതിയാണ് ട്രംപിനുള്ളത്. അതുകൊണ്ട് ആശാവഹമായിട്ട് തന്നെ കാണാം. പക്ഷെ ഞാൻ പറയുന്നത് ടെമ്പററിലി ഇപ്പൊ ഹോസ്റ്റേഴ്സിനെ തിരിച്ച് കിട്ടിയതിനു ശേഷമുള്ള ഇസ്രായേലിന്റെ മനോഭാവം എന്തായിരിക്കും? അത് ഹമാസ് അക്സെപ്റ്റ് ചെയ്യാത്ത ചില കണ്ടീഷൻസിന്റെ പേര് പറഞ്ഞുകൊണ്ട് വീണ്ടും അറ്റാക്ക് തുടങ്ങുമോ? അത് പൂർണ്ണമായിട്ട് തുടച്ചു നീക്കാമെന്ന് കരാറിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അറ്റാക്ക് തുടരുമോ? ഇങ്ങനെയുള്ള കുറെ ആംബിഗ്വിറ്റീസ് അതിൻ്റെ അത് കിടപ്പുണ്ട്. കാരണം 20 പോയിന്റ്സിൽ പല പോയിന്റ്സും വളരെ വ്യക്തമല്ല. ഫോർ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഗാസയ്ക്ക് ഒരു പങ്കുമില്ല, ഹമാസിനൊരു പങ്കുമില്ല, നിരായുധീകരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇവർ എന്ത് അപ്രോച്ചാണ് എടുക്കാൻ പോകുന്നത്? വാക്കാലല്ലല്ലോ, അത് ഞങ്ങളിത് ആക്ഷനബിൾ ആക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ചില കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ള സംശയം. രണ്ടാമത്തെ കാര്യം, ഈ ഹോസ്റ്റേഴ്സിൽ 48 പേരിൽ 20 പേര് തിരിച്ചിരിപ്പുണ്ടെന്ന് ഹമാസ് പറയുന്നു. പക്ഷെ അത് എത്രത്തോളം അവർ തിരിച്ചെത്തുമോ, എത്തിയതിനു ശേഷമുള്ള ഇസ്രായേലിന്റെ അപ്രോച്ച്, ഇതൊക്കെയാണ് സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ നിലവിലെ കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ യുദ്ധത്തിന് താൽക്കാലികമായിട്ടെങ്കിലും ജാനുവരിയിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഈ വർഷം തന്നെ, പക്ഷെ എങ്കിലും താൽക്കാലികമായിട്ട് സീസ് ഫയർ എത്തിയെങ്കിൽ തീർച്ചയായിട്ടും ആശാവഹമായ കാര്യമാണ്, ആശ്വാസം നൽകുന്ന കാര്യമാണ്. കാരണം ഒരുപാട് പേര് മരിച്ചു, എല്ലാ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുന്നു. അത് അവസാനിക്കുന്നതിൽ സന്തോഷമുണ്ട്. പക്ഷെ ഇത് ടെമ്പററി ആയിരിക്കും, ഇത് പെർമനന്റ് ആയിരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും. താങ്ക് യു ശ്രീ നിർമ്മൽ എബ്രഹാം. താങ്കളുടെ അഭിപ്രായത്തിന് എന്തായാലും അത് തന്നെയാണ് സീഫ് ഇതിനകത്തകത്ത്. കാരണം അമേരിക്ക ഹമാസ് അത് സ്ഥിരീകരിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇത് ശാശ്വതമായി തന്നെ ഏറെക്കാലം നിലനിൽക്കുമോ, അതോ ഒരു താൽക്കാലിക വെടിനിർത്തലും പിന്മാറ്റവും ആകുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഇപ്പോഴും ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ ഒരു പൂർണ്ണ ആത്മാർത്ഥതയോടുകൂടിയാണോ യെസ് മൂളിയത് എന്ന സംശയം ഇപ്പോഴും അവിടെ ബാക്കി. മാത്രമല്ല യുദ്ധകാര്യ മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ മാറി മറിയുമോ എന്നുള്ള വലതുപക്ഷ നേതാക്കളാണ് ഇദ്ദേഹത്തെ ട്രിഗർ ചെയ്ത് വിടുന്നത്. ഇദ്ദേഹത്തിന് സ്വന്തമായി തന്നെ ഈ നിലപാടുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിന് തിരികെത്തിക്കാൻ ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള കുറെ നേതാക്കളൊക്കെ കൂടെ. അപ്പോൾ ഈ യുദ്ധകാര്യ മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ എന്താവുന്നുള്ള ചോദ്യമുണ്ട്. തീർച്ചയായിട്ടും. ബി കെ സുഹൈൽ